നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലിച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഡിറ്റഡ് ഹൈലൈറ്റ്സ് ഓഫ് ദി BBC ഇൻ്റർവ്യൂ വിത്ത് മാർക്ക് സക്കർബർഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്റർ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അത്യാവശ്യം കുട്ടികളെല്ലാവരും ഡിഫിക്കൽട്ടാണ്, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ എല്ലാ ചാപ്റ്ററും ചെയ്യുന്ന പോലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം, ഇൻ്റർവ്യൂ ആണെന്ന് നമുക്കറിയാം. മാർക്ക് സക്കർബർഗ് ആരാന്ന് നമുക്കറിയാം, ഫേസ്ബുക്കിൻ്റെ CEO ആണ്. അപ്പോൾ അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രസക്ത ഭാഗം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള പ്രസക്തമായിട്ടുള്ള മെയിൻ പോർഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രേ വേണ്ടുള്ളൂ. ചോദ്യം എന്താണ്, അതേപോലെ തന്നെ എന്താ പറയുക, ആൻസർ എന്താണ്, സക്കർബർഗ് പറയുന്ന ആൻസർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഐഡിയ കിട്ടണം, ഇതാണ് ചോദ്യം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമാൽ അഹമ്മദാണ് നമുക്കിവിടെ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ. അതേപോലെ മാർക്ക് സക്കർബർഗ് അതിന് ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ മാക്സിമം കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാർക്ക് സക്കർബർഗിനെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും തരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്റ്റ് നമ്മൾ ചാപ്റ്ററിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ സൈഡ് ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിനകത്ത് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് സ്പാർക്ക്ഡ് ദിസ് മേജർ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ജസ്റ്റ് ഓൺ ദി ഫ്യൂച്ചർ ഓഫ് ഫേസ്ബുക്ക് ബട്ട് ഓൺ ദി ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഭാവി എന്നതിലുപരി അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് മാർക്ക് സക്കർബർഗ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാവിക്ക് വേണ്ടി എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് അദ്ദേഹം ഇത്രയാണ് പറയുന്നുള്ളൂ. I think about this. As for the last 10 years, we have really been focusing on connecting friends and family. ഫേസ്ബുക്കിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ എന്നൊരു കാര്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കണക്റ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നുള്ളതാണ്. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുക എന്നുള്ള എയിം കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തുകൂടി ചെയ്തിട്ടുണ്ട്, ഹെൽപ്പിംഗ് ടു ബിൽഡ് കമ്മ്യൂണിറ്റികളെ സമൂഹം പോലെ കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ഉള്ളിൽ ആ ഒരു ബന്ധം നിലനിർത്താനുള്ള ഒരു മെയിൻ ടൂളായിട്ട് ഫേസ്ബുക്ക് മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു എയിമോട് കൂടിയിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് മില്യൺസ് ഓഫ് സ്മോൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫാമിലീസ് that exist that are really the things that we turn to for our personal and emotional and spiritual needs, and that gives us our sense of hope and purpose in life. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താവശ്യമാണ്, ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ തരുന്നത് എല്ലാം എന്താണ്, ആ ഒരു സെൻസ് ഓഫ് ബീയിങ് ഇൻ ദാറ്റ്. അതിനകത്താണ് ഞാനും ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നു, എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, എൻ്റെ ചുറ്റും ഒരുപടി ആളുകൾ എന്നെ സ്നേഹിക്കാനും എന്നെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റുന്നവരുണ്ട് എന്നൊരു ചിന്തയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. So, I think that there is a role that Facebook can play in empowering community leaders to strengthen existing communities, to help build new communities, to help look out for people in their community, to help keep people safe and to do all the things we are talking about here. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അവരെ ഒന്നിച്ച് നിർത്താനും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അവരുടെ എല്ലാ തരത്തിലുള്ള വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഒരു കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ചെയ്യേണ്ടത് പോലെ തന്നെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ഫേസ്ബുക്കിനെയും കൊണ്ട് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി മേക്ക് ചെയ്ത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളിലൊക്കെ വെൽബീയിങ്സിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതും വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തിന് സാധിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്ക് പ്ലേസ് ഇറ്റ്സ് പാർട്ട് ഇൻ ഹെൽപ്പിംഗ് ബ്രിങ് പീപ്പിൾ ടുഗെദർ ഇൻ ദാറ്റ് വേ. അപ്പോൾ അത്തരത്തിൽ ആളുകളെ ആ ഒരു മാർഗ്ഗത്തിൽ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിന് സാധിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിന് നല്ലൊരു ഭാഗം വഹിക്കാനായിട്ട്, നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം പറയുന്ന ആൻസർ.
രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ഡു യു ഫീൽ ഗ്ലോബൽ ബിസിനസ് ലൈക്ക് യോഴ്സ് ദാറ്റ് പ്ലേസ് എസ് എ റോൾ ഇൻ അവർ ലൈഫ് കൾച്ചറലി ദാറ്റ് യു ഹാവ് ടു ഹാവ് എ പൊളിറ്റിക്കൽ വോയിസ് ദിസ് ഇസ് എ മൂവ് ഇൻ ടു ദ പൊളിറ്റിക്കൽ സ്ഫിയർ. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഓൾറെഡി സോഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് കൾച്ചറലി അതേപോലെ തന്നെ പൊളിറ്റിക്കലി എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ കൾച്ചറൽ സ്ഫിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ഫിയറിലായിക്കോട്ടെ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആ ഒരു ചോദ്യത്തിൻ്റെ മെയിൻ എയിം. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്, ദ മിഷൻ ഓഫ് കണക്ടിങ് ദ വേൾഡ് വാസ് നോട്ട് കോൺട്രവേഴ്ഷ്യൽ. അപ്പോൾ തുടങ്ങുന്ന സമയത്തിൽ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് ലോകത്തിനെ പരസ്പരം കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ളൊരു കാര്യം എന്നായിരുന്നു, ഒട്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ആയിരുന്നില്ല. അവർ വിഷൻ വാസ് റിയലി ടു ഹെൽപ്പ് കണക്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മൾ കൾച്ചറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്. സുഹൃത്ത് അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാട്ടോ, എന്താണ് മാർക്ക് സക്കർബർഗിൻ്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്ക് കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത്, ടു കണക്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ടു കണക്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫേസ്ബുക്ക് കൊണ്ടുള്ള മെയിൻ എയിം അതായിരുന്നു. And now for a number of reasons that vision is becoming more controversial. പക്ഷേ തുടക്കത്തിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത ആളുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് പ്രശ്നമായിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. There are people around the world that feel left behind by globalization and the rapid changes that have happened. ഇനി കുറച്ച് പൊളിറ്റിക്കലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം ഗ്ലോബലൈസേഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എല്ലാ ആളുകൾക്കും ഒരുപോലെ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഒരു പുരോഗമനമൊന്നും എല്ലാവരെയും ഒരുപോലെയല്ല ബാധിച്ചിട്ടുള്ളത്. ഒരുപിടി ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അതിൻ്റെയൊക്കെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം അദ്ദേഹം പറയുകയാണ്. ഓൺലി വേ ടു മൂവ് ഫോർവേഡ് ഇസ് ടു മേക്ക് എ കമ്മ്യൂണിറ്റി ദാറ്റ് വർക്ക്സ് ഫോർ എവരി വൺ. അപ്പം നമുക്ക് മൊത്തത്തിലൊരു പുരോഗമനം വരണമെങ്കിൽ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം, വർക്ക്സ് ഫോർ എവരി വൺ, എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേയാണ് നമുക്കൊരു മുന്നോട്ടൊരു പോക്ക്, അപ്പോൾ കൾച്ചറിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിക്കോട്ടെ നമുക്കൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ അപ്പം മാത്രമാണ് നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ടൈം എന്നുള്ള ഒരു സൈഡ് ഹെഡിങ് ആണ്, സബ് ഹെഡിങ് ആണ്, അത് ബോൾഡ് ആക്കിയിട്ടില്ല അവിടെ, ആക്ച്വലി അത് അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം, അപ്പോൾ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇനി ആ സെക്ഷനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ ദ റീസൺസ് യു ഹാവ് ടച്ച്ഡ് ഓൺ ഗ്ലോബലൈസേഷൻ ബട്ട് വാട്ട് ആർ ദ അതർ റീസൺസ് ഫോർ കണക്റ്റഡ്നെസ് ബിക്കമിങ് മോർ കോൺട്രവേഴ്ഷ്യൽ. അതായത് ഈ കണക്റ്റഡ്നെസ് ആളുകളെ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എയിം എന്തായിരുന്നു, ഫ്രണ്ട്സിനെയും ഫാമിലിയും കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനെ കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ, കൂടുതൽ പ്രശ്നമാക്കി മാറ്റിയിട്ടുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്. ഓൾറെഡി അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഗ്ലോബലൈസേഷനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം ആൻസറായിട്ട് മെയിനായിട്ട് പറയുന്നത് ഇത്ര തന്നെയാണ്, ഗ്ലോബലൈസേഷൻ തന്നെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ, മറ്റുള്ള എന്ത് റീസണേക്കാട്ടിലും മേലെ നമുക്ക് പറയാനുള്ളത് ഗ്ലോബലൈസേഷൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് ഗ്ലോബലൈസേഷൻ ഇസ് പ്രോബബ്ലി ദ മെയിൻ വൺ. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ അതാണ് പറയുന്നത്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഗ്ലോബലൈസേഷൻ തന്നെയാണ്. വി ക്യാൻ ബിൽഡ് ടു മേക്ക് ഷുവർ ദാറ്റ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി വർക്ക്സ് ഫോർ എവരി വൺ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഗ്ലോബലൈസേഷൻ ആയിക്കോട്ടെ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി അവിടെ ഫോം ചെയ്തെടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. ബട്ട് ഐ ഡു think that there are some ways in which this idea of globalization didn't take into account some of the challenges it was going to create. അദ്ദേഹം പറയുകയാണ്, ഗ്ലോബലൈസേഷൻ പോലത്തെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു ഐഡിയ മേ ബി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് ഫോം ചെയ്യാൻ പോകുന്ന ചില ചാലഞ്ചസിന് ചിലപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് ഉണ്ടാവില്ലായിരിക്കും. കാരണം അതിൻ്റെ ചാലഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനെ അവർ അല്ലാണ്ട് അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് വി ഹാവ് ടു ബിൽഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ടു മേക്ക് ഷുവർ ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി വർക്ക്സ് ഫോർ എവരി വൺ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
all these different kinds of institutions, whether they are governments or non-profits or companies, need to do their part in building this infrastructure to empower people, so that way this creates opportunities for everyone, not just some people. അപ്പം അതിനു വേണ്ടി എല്ലാ ഗവൺമെന്റൽ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള എല്ലാ ഏജൻസികളും ആളുകളും ഗ്രൂപ്പ് ഓഫ് പീപ്പിളും ലീഡേഴ്സും ഒക്കെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും കുറച്ച് ആളുകളിൽ മാത്രം ഈ അധികാരമായിക്കോട്ടെ സൗകര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ചിലരുടെ കയ്യിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ലാർജ് ഗ്ലോബൽ ബിസിനസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ലാർജ് ഗ്ലോബൽ is it that large global business play a role in this? അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാനും അതേപോലെ എല്ലാവർക്കും ഒരുപോലെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാനും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് അല്ലെങ്കിൽ വലിയൊരു റോള് തന്നെ അതിൽ വഹിക്കുന്നത് ഗ്ലോബൽ ബിസിനസ്സുകാരാണ് അല്ലെങ്കിൽ ഗ്ലോബൽ ബിസിനസ്സുകളാണ് എന്നൊരു സംഭവം കേൾക്കുന്നുണ്ടല്ലോ. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സമൂഹത്തിൽ എന്ത് ചെയ്യണമെങ്കിലും വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ എന്താ പറയുക ബിസിനസ്സുകാർ നമുക്കറിയാം നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരാണ് ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് എന്നൊരു സംഭവത്തിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അദ്ദേഹം ആൻസർ പറയുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഇൻ ക്വൈറ്റ് ദോസ് ടേംസ്, ഐ തിങ്ക് ദാറ്റ് ദർ ആർ പ്ലേസസ് വി ക്യാൻ ഹെൽപ്പ് ഔട്ട്. അപ്പം അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ അവർ ബിസിനസ്സുകാർ മാത്രമാണ് ഇതിനകത്ത് മെയിൻ റോൾ ചെയ്യുന്നതെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. സഡൻലി എ ലോട്ട് ഓഫ് ദ ചാലഞ്ചസ് പീപ്പിൾ സി ആർ എക്കണോമിക് അറൌണ്ട് ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വൈൽ ദർ ആർ സം തിങ്സ് ഐ തിങ്ക് ഫേസ്ബുക്ക് ക്യാൻ ഡു. അപ്പോൾ ഒരുപാട് എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സാഹചര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ മേ ബി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പീപ്പിളിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡു തിങ്ക് എ ലോട്ട് ഓഫ് വാട്ട് പീപ്പിൾ വോണ്ട് ആസ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. പക്ഷേ ഒരുവിധം ആളുകൾക്കൊക്കെയും ഇവിടെ ആവശ്യം എന്താണ്, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഞാനും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്നൊരു തോന്നലാണ് ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ളത്. ടു ഹെൽപ്പ് സ്ട്രെങ്തൻ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഓർ ഹെൽപ്പ് പീപ്പിൾ കം ടുഗെദർ ടു ബിൽഡ് ന്യൂ വൺസ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ നിലവിലുള്ള കമ്മ്യൂണിറ്റികളെ കൂടുതൽ സ്ട്രോങ് ആക്കുക, അവരുടെ ഒരു ബോണ്ട് ഒന്നും കൂടെ തിക്കാക്കി കൊണ്ടുവരാം. അതേപോലെ തന്നെ ഹെൽപ്പ് പീപ്പിൾ കം ടുഗെദർ ടു ബിൽഡ് ന്യൂ വൺസ്. ഒരു കമ്മ്യൂണിറ്റിയിലും പെടാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോകുന്ന ആളുകളെയൊക്കെ ഒന്നിച്ച് ചേർത്ത് പുതിയ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. And that is the thing that I feel we do have a responsibility to help out with and do the part that we can. അപ്പോൾ നമുക്ക് ചെയ്യാം അത് ആ ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തോ നമുക്ക് വഹിക്കാൻ പറ്റുന്ന ഭാഗം എന്തോ അത് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. I hope that anyone building an organization thinks about the positive changes they want to make in the world and thinks about the steps to get there. അപ്പോൾ അത്തരത്തിലൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത് മുന്നോട്ട് പോവേണ്ടെന്ന് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അതേപോലെ മുന്നോട്ട് പോവേണ്ടത് ഞാൻ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊരു ചിന്തയൊക്കെ അവരുടെ മൈൻഡിൽ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് പീപ്പിൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അതിന് ഏതെങ്കിലും പെർട്ടിക്കുലർ വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനോ എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഇനി വരുന്നത് ഇനീക്വാളിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇനീക്വാളിറ്റി എങ്ങനെയാണ് സമൂഹത്തിലുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് ചോദ്യമായിട്ട് വരുന്നത്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ ക്രിറ്റിസിസം ദാറ്റ് സം പീപ്പിൾ മൈറ്റ് സീ യു ആസ് ബീയിങ് സോ ഡിസ്റ്റൻറ്റ് ഫ്രം ഓർഡിനറി പീപ്പിൾസ് ലൈഫ്സ്? സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ നിന്നും താങ്കൾ ഒരുപാട് മാറി നിൽക്കുന്നു എന്നൊരു എന്താ പറയുക ക്രിറ്റിസിസം, അങ്ങനത്തെ അത്തരത്തിലൊരു ആശയം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് താങ്കൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, perhaps and this is why we actually need to do it, but the theme that I have seen play out over and over is that when you empower people and give people more power, that is how we make the most progress together. ആളുകളെ എംപവർ ചെയ്യുമ്പോൾ അവരെ ഒന്ന് ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതേപോലെ അവർക്ക് കൂടുതൽ പവർ അവരുടെ കൈകളിൽ എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആൻഡ് ദ സക്സസ് ഓഫ് ഫേസ്ബുക്ക് ഇസ് ബിക്കോസ് വി എംപവർഡ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകളെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് മീനിങ് എന്താണ്, അത്തരത്തിൽ സാധാരണക്കാരിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള രീതിക്കാണ് അവിടെ വരുന്നത്. അതായത് സാധാരണക്കാരായ ആളുകളെ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഫേസ്ബുക്കിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് അവിടെ അദ്ദേഹം ഇൻഡയറക്റ്റ്ലി പറയുന്നത്.
പീപ്പിൾ കെയർ അബൌട്ട് ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് ഹാവ് ഡിഫറെൻറ്റ് ലൈൻസ്. അപ്പോൾ ആളുകൾക്ക് പല രീതിയിൽ ഓരോ ടോപ്പിക്കുകളെ കുറിച്ചും പലതരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനൊന്നും നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ഐ തിങ്ക് ദ സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ഷിഫ്റ്റ് ആൻഡ് ബി മോർ ഫ്ലെക്സിബിൾ. ദാറ്റ് ഈസ് വൈ വി ആർ സോ ഫോക്കസ്ഡ് ഓൺ ഗിവിംഗ് ദീസ് ടൂൾസ് ആൻഡ് ദ വോയിസ് ഡയറക്ട്ലി ടു പീപ്പിൾ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ലിബറൽ ആവേണ്ടെന്ന് അല്ലെങ്കിൽ ഒന്നും കൂടെ ചേഞ്ചസ് വരേണ്ടെന്ന ഒരു ആവശ്യകത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആളുകളുടെ കയ്യിലേക്ക് ആ വോയിസ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണക്കാരുടെ വോയിസ് കൂടെ സമൂഹത്തിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഒരു ഇനീക്വാളിറ്റി അവിടെ മാറിയിട്ട് മറ്റൊരു പുതിയ സമൂഹം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും എംപവർ ചെയ്ത് എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി നമുക്ക് അവിടെ ഫോം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, പാർട്ട് ഓഫ് ദ ഇഷ്യൂസ് is not just about globalization but inequality. How much do you think that is part of it, that some people see rich successful people and there is a huge inequality between them and people living in Pennsylvania or the east end of London? അപ്പോൾ നമുക്കറിയാം ചിലർ വളരെ പാവപ്പെട്ടവരായിരിക്കും, അതേസമയം ചിലർ വളരെ റിച്ച് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റുകളിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഇനീക്വാളിറ്റിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഐ പേഴ്സണലി കെയർ എ ലോട്ട് അബൌട്ട് ദിസ് ആൻഡ് ദിസ് ഇസ് വൈ ഐ ഹാവ് പ്ലഡ്ജ്ഡ് ടു ഗിവ് അവേ 99% ഓഫ് മൈ പേഴ്സണൽ വെൽത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 99% എന്താ പറയുക സമ്പത്തും പേഴ്സണലായിട്ടുള്ള സമ്പത്തും അദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പ്ലഡ്ജ്ഡ് ടു ഗിവ് അവേ എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇനീക്വാളിറ്റി എന്നുള്ള സംഭവം എന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാനത് വളരെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. വി ഓൾസോ നീഡ് ദ economic infrastructure to give everyone an opportunity and I think there are places that Facebook can contribute there. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫേസ്ബുക്കിന് നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്. ബിക്കോസ് റൈറ്റ് നൗ വി ആർ റോബ്ഡ് ഓഫ് ദി ഗുഡ് ഐഡിയാസ് ദാറ്റ് ഹാഫ് ദ വേൾഡ് ദാറ്റ് ഡസൻറ്റ് ഹാവ് ആക്സസ് ടു ദി ഇൻ്റർനെറ്റ് വുഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ഇഫ് ഓൺലി ദേ ഹാഡ് ദോസ് ടൂൾസ്. അപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ മൊത്തം പോപ്പുലേഷൻ്റെ പകുതി ആളുകൾക്ക് ഇപ്പോഴും ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ പകുതി വിഭാഗം ആളുകളുടെ നന്മ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, മൊത്തം ലോകത്തിൻ്റെ നന്മയിൽ പകുതി നന്മ അല്ലെങ്കിൽ പകുതി പോസിറ്റീവായിട്ടുള്ള ഗുഡ്നെസ് എന്താണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പകുതി ആളുകൾക്ക് കൂടെ ഈ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താ പറയുക സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്നൊരു ചിന്ത വരുത്താനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ട്രംപിനെ കുറിച്ചാണ് കുറച്ച് സെക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നത്. യു സേ ദാറ്റ് യു സ്റ്റാൻഡ് ഫോർ ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ ആൻഡ് കണക്റ്റിംഗ് ദ വേൾഡ്. ഡു യു തിങ്ക് യുവർ ന്യൂ പ്രസിഡന്റ് സ്റ്റാൻഡ്സ് ഫോർ ദിസ് വാല്യൂസ്? അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആശയങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിങ് ടു സ്പീക്ക് ടു ദാറ്റ് ഡയറക്ട്ലി. യു ക്യാൻ ടോക്ക് ടു ഹിം, യു ക്യാൻ ലുക്ക് അറ്റ് വാട്ട് ഹി ഹാസ് സെഡ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദാറ്റ്. അദ്ദേഹം അതിന് നൈസായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. ഞാനായിട്ട് അതിന് പറയാൻ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദ റിയൽ ട്രെൻഡ് ഹിയർ ദാറ്റ് ഐ ആം ഫോക്കസ്ഡ് ഓൺ ഇസ് ദാറ്റ് എ ലോട്ട് ഓഫ് ടുഡേസ് ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കം ഫ്രം bringing people together, whether that is spreading prosperity or freedom or accelerating science or promoting peace and understanding. ഇപ്പോൾ എന്താ പറയുക പ്രോസ്പെറിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, സ്വാതന്ത്ര്യം സ്പ്രെഡ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സയൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ സമാധാനം ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഇതിലൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ആ ഒരു ആളുകളെ ഒന്നിച്ച് നിർത്താൻ സാധിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരും അവരുടേതായ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും സാധിക്കില്ല. നമ്മൾ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയാൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് that we all need to make sure that our global community works for everyone. അപ്പം നമ്മൾ ഉറപ്പുവരുത്തുന്ന എന്താണ്, നമ്മുടെ ആ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ പോയിന്റ്സ് അറൗണ്ട് ദ വേൾഡ് ദാറ്റ്
are a reflection of the fact that some people are left behind by the current trend and the current system needs to be adjusted. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡിൻ്റെ അത് ആക്സസ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അവരെ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വുഡ് യു ലൈക്ക് ടു മീറ്റ് പ്രസിഡന്റ് ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു ടോപ്പിക്ക് ഒഴിച്ചു വിടുകയാണെന്ന് മനസ്സിലായിട്ടും വീണ്ടും അദ്ദേഹം ആ ഒരു ടോപ്പിക്കിനെ എടുത്ത് ചോദിക്കണം, ട്രംപിനെ കാണാൻ അവസരം കിട്ടി നിങ്ങൾ പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. I would like that not to be the focus of this. I don't really have much comment on that. It somewhat retracts from the focus of what we are trying to do here. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലോ നമ്മളോട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ വന്നിട്ടുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ വെറുതെ നമ്മുടെ ഫോക്കസ് മാറ്റി വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത്. പ്രസിഡന്റ് സക്കർബർഗ് എന്നുള്ള സെക്ഷനാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. അണ്ടർസ്റ്റുഡ് ചോദ്യമായിട്ട് വരുന്നത് ഇതാണ്. അണ്ടർസ്റ്റുഡ് ബട്ട് ദിസ് ഇൻ ഗോയിങ് ടു dampen speculations that in future you could be active in politics and have a political career. Is that a possibility at some point? അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഇത്തരത്തിൽ എന്താ പറയുക ഒരു പ്രസിഡന്റ് ആവാനുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് വരാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ അതിനെന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. I'm not doing that now. It is not the plan. The thing I really care is connecting the world. That is why I wrote this. ഇപ്പം ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ വേണ്ടത് ലോകത്തിനെ പരസ്പരം കണക്ട് ചെയ്യുക എന്നൊരു എയിമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് അപ്പോൾ അവിടെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത പ്രസിഡന്റ് ആവാനൊന്നുള്ള പ്ലാൻ ഇപ്പോൾ എനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. I know a lot of people around the world right now are thinking what the best way forward is, and I encourage them to. If you are upset, don't just feel upset. Focus on trying to build the long-term infrastructure that is necessary to help move the world in the direction you want it to go in. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളിലും ഒരുപാട് എന്താ പറയുക ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ കൺഫ്യൂഷനിൽ ഫോക്കസ് ചെയ്തിരിക്കാതെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയിട്ട് ഇല്ല ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാണ്ട് ആ ഒരു വിഷമത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി വരുന്ന ഫിൽട്ടർ ബബിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഫിൽട്ടർ ബബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു ഫുട്ബോളിൻ്റെ ടീം ആയിക്കോട്ടെ, അതല്ല എന്ത് കാര്യം ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പൊളിറ്റിക്സ് തന്നെ എടുക്കാം. നമുക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേസമയം വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫീഡിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും എങ്ങനത്തെ ആയിരിക്കും, നമുക്ക് താല്പര്യമുള്ള ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റീൽസും കാര്യങ്ങളും വീഡിയോസും പോസ്റ്റുകളും ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യും, ഓപ്പോസിറ്റ് നമ്മൾ വെറുക്കുന്ന പാർട്ടീനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടുള്ള എന്താ പറയുക പോസ്റ്റുകളും റീൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫീഡിലോട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് താല്പര്യമുള്ള കാര്യം തന്നെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കും. നമുക്കതിനെ അറിയാവുന്നതാണ്. നമ്മൾ എന്താണോ ഒരു എന്താ പറയുക ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മുടെ ഫീഡ് ഫുള്ള് പിന്നെ അത് തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഹാർട്ട് ബ്രോക്കൺ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മളൊക്കെ എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു സംഭവം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് തരിക. അപ്പോൾ അത് കാണുന്നതോറും നമുക്കെന്ത് തോന്നും, ഇത് തന്നെയാണ് ഞാൻ വിശ്വസിച്ച് എന്നെ കറക്റ്റാണ്, എൻ്റെ പാർട്ടി തന്നെയാണ് ബെസ്റ്റ്, അങ്ങനെ ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഫിൽട്ടർ ബബിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഡു യു വറി അബൌട്ട് സം ഓഫ് ദി ലാംഗ്വേജ് ബീങ് യൂസ്ഡ് ഇൻ US ആൻഡ് UK വിത്ത് ബ്രെക്സിറ്റ് ദാറ്റ് വാൾസ് ആർ ബീങ് ത്രോൺ അപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ലാംഗ്വേജസിനെ കുറിച്ചാട്ടോ പറയുന്നത്. US-ലും UK-ലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് അത് കോമൺ ലാംഗ്വേജസ് ആയിട്ട് മാറുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ അതുകൊണ്ട് ഇത്രയും കാലം US UK എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആക്കി തിരിച്ചിരുന്ന് ഇപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് മാറുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിൽട്ടർ ബബിൾസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് താഴെയായിട്ട് വരുന്നുണ്ട്. ഞാൻ ടൈറ്റിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. There are real challenges and there is a real infrastructure that needs to get built to make sure the global community that we are building works for everyone and not just some folks.
സെയിം സാധനം തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരു സോഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആളുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത്. ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ആംപ്ലിഫൈ ദ പോസിറ്റീവ് എഫക്ട്സ് ആൻഡ് ട്രൈ ടു മിറ്റിഗേറ്റ് ദ ബാഡ് എഫക്ട്സ് ഓഫ് വാട്ട് ഗെറ്റ്സ് ഡൺ ഓൺ ദി പ്ലാറ്റ്ഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങളെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനും നെഗറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് യു റോട്ട് ഓൺ പോളറൈസേഷൻ, ഫിൽട്ടർ ബബിൾസ് ആൻഡ് സെൻസേഷനലിസം. ദാറ്റ് ഈസ് ദ റിയൽ ട്രെൻഡ്. ഇസ് ദാറ്റ് എ ത്രെറ്റ് ടു സോഷ്യൽ കൊഹഷൻ ആൻഡ് കണക്റ്റഡ്നെസ്? അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഒരു കണക്റ്റഡ്നെസ്സിൽ അല്ലെങ്കിൽ ഒത്തുചേരലിനെ കണക്ട് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കൊക്കെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അതിനൊക്കെയും ഒരു പേടിയായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ നെഗറ്റീവായി ബാധിക്കാൻ പോളറൈസേഷൻ, ഫിൽട്ടർ ബബിൾസും സെൻസേഷനലിസം ഒക്കെ മാറുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിൽട്ടർ ബബിൾസ് എന്താണെന്ന് പറഞ്ഞു. ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഫിൽട്ടർ ബബിൾസ് പോലത്തെ വേറൊരു കാര്യമാണ്. അതായത് പോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുക. നമുക്ക് എന്താ പറയുക കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഭയങ്കര എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ശത്രുക്കളെ പോലെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ആ രണ്ട് പാർട്ടികളിൽ തമ്മിലുള്ള ഒരു വൈര്യം അത് പല പല പോസ്റ്റുകളായിട്ടും അതിലിടുന്ന കമൻ്റായിട്ടും കമൻറ്റിന് കിട്ടുന്ന റിപ്ലൈ ആയിട്ടൊക്കെ അതിങ്ങനെ കൂടിയിട്ട് ആ ഒരു സ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ല. അതിനാണ് പോളറൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അതിനൊക്കെ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ തരത്തിലുള്ള തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇല്ലാത്ത ഇൻഫോർമേഷൻസ് കൊണ്ടുവന്ന ആളുകളുടെ ഉള്ളിൽ അവർ നെഗറ്റീവ് ഇമേജ് കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ സോഷ്യൽ മീഡിയകളും ഒരു മത്സരം തന്നെയാണെന്ന് നമുക്കറിയാം. ഇതൊന്നും നമുക്ക് പുതിയ ഇൻഫോർമേഷൻ അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. പിന്നെ പറയുന്നത് സെൻസേഷനലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ. അതായത് ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊരു കോണ്ടന്റ് ആയിട്ട് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതങ്ങോട്ട് വൈറലായിപ്പോയി, സെൻസേഷനായിപ്പോയി. അത് വൈറലായി പോയി എന്നതുകൊണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുക, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇതെന്തായാലും സൂപ്പറാണേ. പക്ഷെ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് അതിനകത്ത് യാതൊരു കോണ്ടന്റും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അതെന്തായിട്ടുണ്ടാവും, സെൻസേഷനലായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു സെൻസേഷനലായി പോയത് കൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ വാല്യൂസിനോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും യോജിക്കാത്ത എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും അതിനകത്ത് ഇല്ലെങ്കിലും നമ്മൾ അതിനെ ഇഷ്ടപ്പെടും, നമ്മൾ അതിനെ വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് സെൻസേഷനലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇതൊക്കെയും ആ ഒരു എന്താ പറയുക കണക്റ്റഡ്നെസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആൻഡ് അദ്ദേഹം പറയുന്ന ആൻസർ ഇതാണ്: ഐ സർട്ടൻലി തിങ്ക് വി നീഡ് കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഓർഡർ ടു ബി ഏബിൾ ടു വർക്ക് ടുഗെദർ പ്രൊഡക്റ്റീവ്ലി. അപ്പോൾ നമുക്കൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. സോ മിസ്ഇൻഫോർമേഷൻ ഇസ് എ ബിഗ് ഡീൽ ആൻഡ് ദാറ്റ് അണ്ടർമൈൻസ് ഹാവിങ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്ഇൻഫോർമേഷൻസ്, തെറ്റിദ്ധാരണകൾ ഇല്ലാത്ത എന്താ പറയുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെയാണ്, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധിയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൻഡ് ദ ഗുഡ് ന്യൂസ് here is that what our community tells us every day is that they want to see meaningful information and they want to see true information. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സത്യം എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തൊരു കാര്യവും നമ്മൾ അതിനെ വലിയ സംഭവമായി കാണുന്നതിന് മുൻപ് അല്ലെങ്കിൽ കണ്ടതിന് ശേഷം ആണെങ്കിൽ പോലും നമ്മൾ അന്വേഷിക്കും അത് സത്യമാണോ അല്ലേ, അതിൽ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ എന്തോ അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ആളുകളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചോദ്യം: ആർ പോളറൈസേഷൻ ആൻഡ് ഫിൽട്ടർ ബബിൾസ് ദ റിസ്ക്? ഹൗ ഹാസ് സോഷ്യൽ മീഡിയ ആംപ്ലിഫൈഡ് ദോസ് ടൈപ്സ് ഓഫ് റിസ്ക്? ദിസ് വെരി അഗ്രസീവ് വേൾഡ് വി ലിവ് ഇൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിൽട്ടർ ബബിൾസിനെയും പോളറൈസേഷനെയും കുറിച്ചാണ്. അത് വലിയൊരു പ്രശ്നമായിട്ട് റിസ്ക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് to note that polarization happens in all media. നമുക്കറിയാം പോളറൈസേഷൻ ഏതെങ്കിലും പെർട്ടിക്കുലർ മീഡിയയിൽ മാത്രമല്ല, എല്ലാ മീഡിയയിലും നടക്കുന്നുണ്ട്. ആൻഡ് എവറി ഓർഗനൈസേഷൻ ഫ്രം juries and small groups up to big companies, it is a natural thing. But I think we should be mindful of how the medium we are building, what the effects of it are. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എന്ത് മീഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. And I think it is our responsibility to amplify the good effects here and mitigate the negative ones. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും മോശമായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുക തളർത്തി കൊണ്ടുവരാൻ എന്നുള്ള രണ്ടും നമ്മുടെ മാത്രം ഉത്തരവാദിത്തം ആണ്.
We have the best discourse when we connect as a whole rather than just opinions. ജസ്റ്റ് നമുക്ക് എപ്പോഴും ഒന്നിച്ച് നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും, വെറുതെ ഒപ്പീനിയൻ പറഞ്ഞിരിക്കാണ്ട്. ഇഫ് ഐ ഗെറ്റ് ടു നോ യു ഓൺ ദ വാല്യൂസ് ദാറ്റ് വി ഹാവ് ഇൻ കോമൺ ഓർ ഈവൻ ഇൻ ഇൻട്രസ്റ്റ് ദാറ്റ് വി ഷെയർ, ഇറ്റ് ഈസ് എ ലോട്ട് ഈസിയർ ടു ഹാവ് എ ഡിബേറ്റ് അബൌട്ട് സംതിങ് ദാറ്റ് വി ഡിസഗ്രി പ്രൊഡക്റ്റീവ്ലി. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്, ഇപ്പോഴത്തെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ പോളറൈസേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യമായിക്കോട്ടെ, അതിനെക്കുറിച്ച് എനിക്കൊരു ഒപ്പീനിയൻ പറയാനുണ്ട്, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ള, എൻ്റെ വോയിസ് ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ എവിടെയും നോട്ട് ചെയ്യപ്പെടുന്നില്ല. അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത്, കണക്റ്റഡ്നെസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഒരേ ആശയമുള്ള, ഒരേ ഒപ്പീനിയനുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കൊരാളുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ഒച്ചത്തിൽ എന്ത് കേൾക്കും, ഒരു കൂട്ടം ആളുകളുടെ ശബ്ദം കേൾക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എയിം. And that is an area that I think Facebook is uniquely positioned to help out in terms of helping to get to know people that are there. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെയിൻ എയിം. ആരും ഒറ്റയ്ക്കല്ല, അവരുടെ അതേ ഒപ്പീനിയനും അവരുടെ അതേ താല്പര്യങ്ങളും ഒക്കെയുള്ള മറ്റാളുകളും ഉണ്ട്, അവർക്ക് ഒന്നിച്ചു നിന്നൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം എന്നൊരു ബോധം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിന് സാധിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഹെൽപ്പിംഗ് ടൂളായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ഡു യു ഹാവ് ഹിയർ? ഇഷ്യൂസ് ലൈക്ക് ടാക്സസ്, ഇഷ്യൂസ് ലൈക്ക് പ്രൈവസി ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി പീപ്പിൾ ലുക്കിംഗ് അറ്റ് യുവർ ഓർഗനൈസേഷൻ. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് ചോദിക്കണം. ഐ കെയർ ഡീപ്ലി അബൌട്ട് ഓൾ ഓഫ് ദിസ് ആൻഡ് ഇറ്റ് ഈസ് എ വാക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതെന്താണ്, അതൊരു വാക്ക് ഇൻ പ്രോഗ്രസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് സക്കർബർഗ് കൊടുക്കുന്ന മറുപടി. ദർ ആർ എ ലോട്ട് ഓഫ് ഏരിയാസ് ദാറ്റ് ഐ നോ വി നീഡ് ടു ഇംപ്രൂവ്. ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് മേഖലകൾ ഞങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദ ക്രിറ്റിസിസം ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് ഹോപ്പ് വി ക്യാൻ കണ്ടിന്യൂ ടു ഡു ബെറ്റർ ഓൺ ദം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ക്രിറ്റിസിസത്തിനെ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഫീഡ്ബാക്ക് അനുസരിച്ച് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നാണ് അദ്ദേഹം ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയുന്നത്. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ള പോയിന്റ്സ് ഉള്ളൂ. താങ്ക് യു.